വാ തുറന്ന് ഉറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് അഡിനോയിഡിൻ്റെ ഒരു ആദ്യ ലക്ഷണങ്ങളും ആയിരിക്കാം. കാരണം മൂക്ക് കുഞ്ഞിനെ അടിഞ്ഞിട്ട് ശ്വാസം വലിക്കാൻ പറ്റാതെ വായ കൊണ്ട് മൗത്ത് ബ്രീത്ത് ആവുന്ന ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾ വായ തുറന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മൂക്കാണ് പലപ്പോഴും നമ്മുടെ പ്രതിരോധം ബാക്ടീരിയ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നമ്മുടെ മൂക്കും അവിടുത്തെ സ്കിന്നും എപ്പിത്തീലിയവും ഒക്കെയാണ്. അപ്പോൾ ഇതിന് പകരം ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ട് കുഞ്ഞ് ശ്വസിക്കുന്നത് വായിലൂടെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഈ വാ തുറന്നുറങ്ങുന്ന കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരെ ചുണ്ട് പൊന്തിയിരിക്കും, മേൽ ചുണ്ടും. അതുകൂടാതെ തന്നെ ഒരു പല്ല് പൊന്തി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ രാത്രിയിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉറങ്ങുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ചില കുട്ടികൾ കൂർക്കം വലിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ എഴുന്നേക്കാറുണ്ട്. ഇനി അഡിനോയിഡിൻ്റെ ഇത് വലിപ്പം ഒത്തിരി കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് രാത്രി ഉറങ്ങാൻ പേടിക്കാറുണ്ട്. പലപ്പോഴും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അതിന് ശ്വാസം മുട്ടിയിട്ട് ഉറങ്ങാനുള്ളൊരു ഭയം കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങളൊന്ന് വേണമെങ്കിൽ കമത്തി കിടത്തി നോക്കൂ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴുത്തി നോക്കൂ. കുഞ്ഞിനെ ഉറങ്ങാൻ പറ്റും വളരെ എളുപ്പമായിട്ട്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ കുഞ്ഞിന് മൂക്കിനകത്ത് അഡിനോയിഡ് എന്തോ തടസ്സമുണ്ട്, അതിൽ ടോൺസിലും വലിപ്പം കൂടിയിട്ട് തടസ്സമുണ്ട് ശ്വാസം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് കുഞ്ഞ് വാ തുറന്ന് ഉറങ്ങുന്നു എന്നുള്ള കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുന്നത് എപ്പോഴും നല്ലത്.